ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പശ്ചിമബംഗാൾ ട്രെയിൻ തടഞ്ഞു. ജാബത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധക്കാർ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെടുത്തി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, പൊതുവായി മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യം ഏതു തരത്തിലാണ്? പൊതുപണിമുടക്ക് എങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളെ ബാധിക്കുന്നത്? പലയിടങ്ങളിലും സാധാരണ നിലയിൽ തന്നെയാണ് ജനജീവിതം എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. പക്ഷേ ഈ പഞ്ചാബ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ പൊതുപണിമുടക്ക് പ്രതിഫലിക്കും എന്ന് കരുതിയിരുന്നതാണ്. എന്താണ് അവിടെയൊക്കെയുള്ള സാഹചര്യം? ഒപ്പം തന്നെ ബീഹാറിലെ വിവരങ്ങളും ബൽറാം. റിജിത്ത്, ഡൽഹി, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പൊതുപണിമുടക്ക് ശാന്തമാണ്. സാധാരണ നിലയിൽ തന്നെ വാഹനങ്ങൾ, അത് ബസ്സുകളും ടാക്സികളും ഓട്ടോകളും അടക്കമുള്ളവ സർവീസ് നടത്തുന്നുണ്ട്. സർവീസ് മേഖലയെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് വരുന്ന മണിക്കൂറിൽ വ്യക്തമാകും. അതേസമയം ഈ പൊതുപണിമുടക്ക് ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായ രംഗങ്ങൾ ഇതിനകം ഉണ്ടായിരിക്കുന്നത് ബീഹാർ കൂടാതെ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ്. പശ്ചിമ ബംഗാളിലെ ജാദവ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇടത് പ്രവർത്തകർ ട്രെയിൻ തടയൽ സമരം നടത്തി വരികയാണ്. മറ്റിടങ്ങളിലും റെയിൽവേ ട്രാക്കുകൾ ഉപരോധിച്ചുള്ള പ്രതിഷേധം ബംഗാളിൽ തുടരുന്നു. ഹൗറയിൽ റോഡ് തടയാനുള്ള ശ്രമത്തിനിടെ പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടുണ്ട്. പലയിടത്തും ഇപ്പോഴും പ്രതിഷേധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് പശ്ചിമ ബംഗാളിൽ. അതേസമയം ബീഹാറിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വോട്ടർ പട്ടിക പുനഃക്രമീകരിക്കാനുള്ള നിർദ്ദേശത്തിനെതിരായുള്ള ബീഹാർ ബന്ധും ഇന്ന് ഈ പൊതുപണിമുടക്കിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കടുത്ത പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലായി ഉണ്ടാകുന്നു. സ്വതന്ത്ര MP പപ്പു യാദവിന്റെ നേതൃത്വത്തിൽ പട്നയിൽ റെയിൽവേ സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. സമാനമായി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ മറ്റ് പല റെയിൽവേ സ്റ്റേഷനുകളിലും ഉപരോധ സമരം നടത്തുന്നു. ദേശീയപാത 53ഉം 57ഉം പ്രതിഷേധക്കാർ ഉപരോധിച്ചതിനെ തുടർന്ന് വലിയ തോതിലുള്ള ഗതാഗത തടസ്സം പട്നയിൽ ഉണ്ടായിട്ടുണ്ട്. പട്നയിലെ പ്രതിഷേധത്തിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകും. അതിനായി രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്നും തിരിച്ചിട്ടുണ്ട്. മറ്റ് ഇടതു പാർട്ടികൾ CPI, CPIM എന്നീ പാർട്ടികളുടെ നേതാക്കളും പട്നയിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കും. അതേസമയം പഞ്ചാബിലും ഹരിയാനയിലും പ്രധാനമായും കർഷകരുടെയും കർഷക തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിൽ ഗ്രാമീണ മേഖലകൾ ഏതാണ്ട് സ്തംഭിച്ച സാഹചര്യമാണ് ആദ്യ മണിക്കൂറുകളിൽ ഉള്ളത്. മറ്റിടങ്ങളിലാകട്ടെ തൊഴിലാളികളുടെ പണിമുടക്കിൽ വ്യാവസായിക മേഖലയാണ് സ്തംഭിച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കുകയായിരുന്നു.